നമസ്കാരം. ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നാഴികക്കല്ലാണ് DRDO വികസിപ്പിച്ചെടുത്തിരിക്കുന്ന പ്രോജക്റ്റ് കുശ. ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം എന്നതിലുപരി ആഗോള സൈനിക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയും സാങ്കേതിക മികവും വിളിച്ചോതുന്ന ഒരു ബൃഹത്തായ ദൗത്യമാണിത്. ഏകദേശം 350 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ശത്രുക്കളെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള ഈ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനം വികസിത രാജ്യങ്ങളുടെ കുത്തകയായിരുന്ന അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യയിലേക്ക് ഇന്ത്യ നടത്തുന്ന കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. റഷ്യയുടെ S-400 ട്രയംഫിനെ പോലും വെല്ലുവിളിക്കത്തക്ക രീതിയിൽ ആധുനിക ഡിജിറ്റൽ സംവിധാനങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സമന്വയിപ്പിച്ചാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിർത്തികളിൽ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളെ നേരിടാൻ ഒരു മൾട്ടി ലെയർ പ്രതിരോധ കവചം തീർക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിക്കപ്പെട്ട ഈ പദ്ധതി ഭാരതത്തിന്റെ ആകാശ സീമകളെ ഒരു അദൃശ്യ മതിൽ പോലെ സംരക്ഷിക്കുമെന്നത് ഉറപ്പാണ്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് പാശ്ചാത്യ റഷ്യൻ സാങ്കേതിക വിദ്യകളെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഡിജിറ്റൽ ആർക്കിടെക്ചർ ഉപയോഗിക്കുന്നു എന്നതാണ്. 1990കളിൽ രൂപകൽപ്പന ചെയ്ത S-400 പോലുള്ള സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 2020കളിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആധുനിക യുദ്ധമുറകളിൽ ശത്രുക്കൾ ഉപയോഗിക്കുന്ന ലോ ആൾട്ടിറ്റ്യൂഡ് ഡ്രോണുകൾ, അതിവേഗ ക്രൂയിസ് മിസൈലുകൾ, സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ എന്നിവയെ തിരിച്ചറിയാൻ ഇതിന് അസാമാന്യ ശേഷിയുമുണ്ട്. ശത്രുക്കളുടെ റഡാർ കണ്ണുകളെ വെട്ടിക്കാൻ ഭൂമിയോട് ചേർന്ന് പറക്കുന്ന ലക്ഷ്യങ്ങളെ പോലും കൃത്യമായി ലോക്ക് ചെയ്യാനും അവയെ ആകാശത്തു നിന്ന് തകർക്കാനും കഴിയുന്ന ഹൈ ഫ്രീക്വൻസി റഡാറുകളും സോഫ്റ്റ്വെയറുകളും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തവയാണ്. ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങളെക്കാൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിക്കും സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ സജ്ജമാണ്. പ്രോജക്റ്റ് കുശയുടെ കരുത്ത് അതിൻ്റെ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാഡ് അറേ റഡാർ സംവിധാനത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച അദൃശ്യ വിമാനങ്ങളായി കരുതപ്പെടുന്ന F-35 പോലുള്ള സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ പോലും നൂറുകണക്കിന് കിലോമീറ്റർ അകലെ വെച്ച് കണ്ടെത്താൻ ഈ റഡാറുകൾക്ക് സാധിക്കും. ഒരേ സമയം പല ദിശകളിൽ നിന്ന് വരുന്ന നിരവധി ശത്രുക്കളെ നിരീക്ഷിക്കാനും അവയുടെ അപകട സാധ്യത കണക്കിലെടുത്ത് മുൻഗണനാക്രമത്തിൽ തകർക്കാനും ഈ റഡാർ ശൃംഖലയെ പ്രാപ്തമാക്കിയിട്ടുണ്ട്. പലപ്പോഴും ശത്രുക്കൾ റഡാർ സിഗ്നലുകളെ ജാം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എങ്കിലും അത്തരം ഇലക്ട്രോണിക് യുദ്ധമുറകളെ അതിജീവിക്കാനുള്ള ശേഷി പ്രോജക്റ്റ് കുശയുടെ പ്രത്യേകതയാണ്. അതായത് ശത്രുവിൻ്റെ ഏത് തരത്തിലുള്ള സാങ്കേതിക തന്ത്രങ്ങളെയും അതിജീവിക്കാനും കൃത്യമായി ലക്ഷ്യം ഭേദിക്കാനും കഴിയുന്ന ഒരു ബുദ്ധിമാനായ മിസൈൽ സംവിധാനമായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു ശത്രു വിമാനമോ മിസൈലോ അതിർത്തി ലക്ഷ്യമാക്കി വരുമ്പോൾ അതിനെ പല ഘട്ടങ്ങളിലായി പ്രതിരോധിക്കുന്ന 3 ലെയർ സുരക്ഷാ സംവിധാനമാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. 150 കിലോമീറ്റർ, 250 കിലോമീറ്റർ, 350 കിലോമീറ്റർ എന്നിങ്ങനെ 3 വ്യത്യസ്ത ദൂരപരിധികളിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ ഒരേ വിക്ഷേപണ പരിധിയിൽ തന്നെ സജ്ജമാക്കാൻ ഇതിന് സാധിക്കും. ഇത് സൈന്യത്തിന് നൽകുന്ന തന്ത്രപരമായ മേധാവിത്വം വളരെയധികം വലുതാണ്. ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ വലിയ മിസൈലുകളും അടുത്തേക്കെത്തുന്ന ചെറിയ ഭീഷണികളെ നേരിടാൻ കൃത്യതയാർന്ന ചെറിയ മിസൈലുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇന്ത്യ സജ്ജമാകും. ഒരു മിസൈൽ ലക്ഷ്യം തെറ്റിയാൽ പോലും അടുത്ത ഘട്ടത്തിൽ അതിനെ തകർക്കാൻ മറ്റൊരു മിസൈൽ തയ്യാറായിരിക്കുന്ന ഈ രീതി ശത്രുവിൻ്റെ ആക്രമണം പരാജയപ്പെടുത്തുമെന്ന് 100% ഉറപ്പാക്കുന്ന ഒന്നാണ്. പ്രോജക്റ്റ് കുശയുടെ മറ്റൊരു പ്രധാന നേട്ടം അത് ഇന്ത്യയുടെ നിലവിലുള്ള പ്രതിരോധ ശൃംഖലയുമായി പുലർത്തുന്ന വിനിമയ ശേഷിയാണ്. ആകാശ്, എം-സാം തുടങ്ങിയ ഇന്ത്യൻ മിസൈൽ സംവിധാനങ്ങളുമായും വ്യോമസേനയുടെ നെറ്റ് സെൻട്രിക് കമാൻഡ് സെന്ററുകളുമായും ഇത് തത്സമയം വിവരങ്ങൾ പങ്കുവയ്ക്കും. യുദ്ധമുഖത്ത് ഒരു റഡാർ കണ്ടെത്തുന്ന വിവരം നിമിഷങ്ങൾക്കുള്ളിൽ മറ്റെല്ലാ സംവിധാനങ്ങളിലേക്ക് എത്തുകയും ഏറ്റവും അനുയോജ്യമായ മിസൈൽ ഏതാണോ അത് തനിയെ പ്രവർത്തന സജ്ജമാവുകയും ചെയ്യുന്ന രീതിയാണിത്. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച സുരക്ഷിതമായ സോഫ്റ്റ്വെയർ കോഡുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിവരശേഖരണം ചോരാനുള്ള സാധ്യത തീരെയില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന ആയുധങ്ങളിൽ പലപ്പോഴും ഇത്തരം വിവരങ്ങൾ കൈമാറുന്നതിന് പരിമിതികൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ തദ്ദേശീയമായ ഈ സംവിധാനത്തിൽ അത്തരം തടസ്സങ്ങളില്ല എന്നത് സൈനിക സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. സാമ്പത്തികമായും തന്ത്രപരമായും പ്രോജക്റ്റ് കുശ ഇന്ത്യ ഒരു മഹാശക്തിയാക്കി മാറ്റുമെന്നതിൽ നിർണായക പങ്ക് വഹിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നൽകി ആയുധങ്ങൾ വാങ്ങുന്നതും അവയുടെ അറ്റകുറ്റപ്പണികൾക്കായി മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കുന്നതും വലിയൊരു ബാധ്യതയാണ്. എന്നാൽ പ്രോജക്റ്റ് കുശയിലൂടെ ഇന്ത്യ ഈ മിസൈൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ്. ആഭ്യന്തരമായി ഈ സംവിധാനം നിർമ്മിക്കുമ്പോൾ രാജ്യത്തെ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ ഭാവിയിൽ ഈ സാങ്കേതിക വിദ്യ സൗഹൃദ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതയും ഇന്ത്യക്ക് മുന്നിലുണ്ട്. ഇത് ഇന്ത്യ ഒരു ആയുധ ഇറക്കുമതി രാജ്യത്ത് നിന്ന് കയറ്റുമതി രാജ്യമാക്കി മാറ്റുന്ന വലിയൊരു പ്രക്രിയയുടെ തുടക്കമാണ്. രാമായണത്തിലെ അജയനായ വീരപുത്രൻ കുശന്റെ പേര് അന്വർത്ഥമാക്കും വിധം ഭാരതഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു അത്യുഗ്രൻ ആകാശവില്ലായി പദ്ധതി മാറും. 2028-29 കാലയളവോടെ ഇത് പൂർണ്ണമായും സജ്ജമാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ
വ്യോമ പ്രതിരോധ രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാരതം മുൻനിരയിലെത്തും. ശത്രുക്കളുടെ ഏത് പ്രകോപനത്തെയും ആകാശത്ത് വെച്ച് തന്നെ ചാമ്പലാക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം വരും ദശകങ്ങളിൽ ഇന്ത്യയുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും കാവലാകും. ഭാരതീയ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും രാജ്യത്തിന്റെ ഇച്ഛാശക്തിയും ഒത്തുചേർന്നുണ്ടായ പ്രോജക്റ്റ് കുശ ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ പ്രതിരോധ കരുത്ത് അടയാളപ്പെടുത്തുന്ന വിശ്വരൂപം തന്നെയായിരിക്കും. വെബ് ഡെസ്ക് തത്വമയി TV.